വിഭാഗീയത വലിയ പ്രശ്നമായ കരുനാഗപ്പള്ളിയിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജില്ലാ നേതൃത്വം സമയോചിതമായി ഇടപെട്ടില്ലെന്നും ഏരിയ കമ്മിറ്റി വിഷയം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു, എന്നിട്ടും ഗൗരവ സ്വഭാവത്തോടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചില്ല എന്നും MV ഗോവിന്ദൻ. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നു. കണ്ണൻ, ഒടുവിൽ ഈ പിരിച്ചുവിടലിലേക്ക് എത്തുമ്പോൾ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ അന്ന് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നിരുന്നു. ഇന്നിപ്പോൾ അതേക്കുറിച്ച് ജില്ലാ സമ്മേളനത്തിൽ എന്ത് തരത്തിലുള്ള വിമർശനമാണ് MV ഗോവിന്ദൻ ഉന്നയിക്കുന്നത്? സാധാരണ ജില്ലാ സമ്മേളനങ്ങൾ ഉണ്ടാകാത്ത ഒരു അസ്വാഭാവിക നടപടിയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സാധാരണ ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഗ്രൂപ്പ് ചർച്ചയും പിന്നീട് ഉള്ള ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളുമാണ് നടക്കുക. പക്ഷേ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് MV ഗോവിന്ദൻ ഈ സമ്മേളനത്തിൽ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ അദ്ദേഹം കൊല്ലത്തെത്തി ചർച്ച നടത്തിയ സമയത്ത് തന്നെ ഈ ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള പ്രവർത്തികളുണ്ട്, ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ആണ് ലോക്കൽ സമ്മേളനങ്ങളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായത്. ആ ലോക്കൽ സമ്മേളനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് ലോക്കൽ സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയാണ് നിയോഗിച്ചത്. ആ കമ്മിറ്റി അംഗങ്ങൾ പോയെടുത്ത് പോലും ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചില്ല. ചിലയിടങ്ങളിൽ സമ്മേളനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായ അധിക്ഷേപവും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അത് ഈ സമ്മേളനം നടത്താൻ പോയ സംസ്ഥാന നേതാക്കന്മാർക്കുണ്ടായ വീഴ്ചയാണ്. രണ്ട്, ഈ ജില്ലാ കമ്മിറ്റിക്ക് കൃത്യമായ വീഴ്ച വരിയിട്ടുണ്ട്. കാര്യം ജില്ലാ കമ്മിറ്റി അവിടുത്തെ ഒരു സംഭവത്തിന്റെ വ്യാപ്തി എന്താണ്, അതിന്റെ ഒരു തീവ്രത എന്താണ് എന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുന്നതിൽ ജില്ലാ കമ്മിറ്റിക്കും വീഴ്ച പറ്റി എന്നുള്ള ഒരു ആമുഖ പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. ആ പ്രസംഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ CPM ജില്ലാ സെക്രട്ടറി ഈ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. ആ പ്രവർത്തന റിപ്പോർട്ടിൽ 524 മുതൽ 540 വരെയുള്ള പേജുകളിലാണ് ഏരിയ കമ്മിറ്റി, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയതയെക്കുറിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. ഈ നേതാക്കന്മാരെ, അവിടെയുള്ള നേതാക്കന്മാരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ ഏരിയ കമ്മിറ്റിയിലെ ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം തന്നെ പലതവണ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം മുന്നോട്ട് വന്ന് ഇവിടെ ഏരിയ നേതൃത്വവുമായി ചർച്ച നടത്തി വിഷയങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശിച്ചാണ്. എന്നാൽ പാർട്ടിയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാൻ അവിടുത്തെ നേതൃത്വം തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. അത് തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമാണ്. പാർട്ടിക്ക് പൊതുജന സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ അവിടുത്തെ പാർട്ടിയെ ഒട്ടനക്കത്തോടുകൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയില്ല എന്നുള്ള വിമർശനമുണ്ട്. നേതാക്കൾ പരസ്പരം ചെയ്തിരിഞ്ഞു നിന്ന് ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. എന്തിനായാലും ഈ നേതാക്കന്മാർക്കെതിരെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. പക്ഷേ അത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മാത്രമായിരിക്കും. ഒരു അഡ്ഹോ കമ്മിറ്റിയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ആ അഡ്ഹോ കമ്മിറ്റി സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മാത്രമായിരിക്കും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അതിനുശേഷമായിരിക്കും എന്ത് തരത്തിലുള്ള നടപടി എന്ന സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകുക. ഏതാണ്ട് 5 മണിയോടുകൂടിയായിരിക്കും ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിക്കുക. ഇപ്പോൾ ഗ്രൂപ്പ് ചർച്ച പുരോഗമിക്കുകയാണ്. കണ്ണൻ തന്നെ നേരത്തെ പറഞ്ഞ ഒരു അസാധാരണമായ ഒരു നടപടിയാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത്രയധികം ഒരു പക്ഷേ ഈ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പാർട്ടിയെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടായിരിക്കുമോ ഇപ്പോൾ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ഒരു വിമർശനം, കടുത്ത ഭാഷയിലുള്ള വിമർശനത്തിലേക്ക് കടന്നത്? തീർച്ചയായും ആര്യ, കാര്യം ഈ ലോക്കൽ സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ കരുനാഗപ്പള്ളിയിലെ നേതാക്കന്മാരൊക്കെ തന്നെ, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റികളിൽ ഉൾപ്പെടാൻ സാധിക്കാതെ പോയവർ അവർ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു. അതിനുശേഷമാണ് തിരുവല്ലയിലായാലും കണ്ണൂരിലായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ, പാലക്കാട് അട്ടപ്പാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ഏരിയ സെക്രട്ടറി പാർട്ടി വിടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പോയത്. അതിന്റെ ഒരു തുടക്കം, വിഭാഗീയ പ്രവർത്തനങ്ങളുടെ തുടക്കം കരുനാഗപ്പള്ളിയിലാണ്, പ്രത്യക്ഷത്തിലുള്ള തുടക്കം കരുനാഗപ്പള്ളിയിലാണ് ഉണ്ടായതെന്നുള്ള ഒരു വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ റിപ്പോർട്ടിലും പ്രതിഫലിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഒരു അസ്വാഭാവിക നടപടി എന്നതിനെ തന്നെ വിശേഷിപ്പിക്കാം. പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ആ വിഷയത്തിൽ ഇടപെടുകയും ആ വിഷയത്തിൽ മാത്രം ഊന്നിയുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ആണ് ഈ പ്രശ്നത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് ആ ജില്ലാ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ അറിയിക്കുക കൂടി ചെയ്യുകയായിരുന്നു CPMന്റെ വിവരങ്ങൾ നൽകിയത്. അസാധാരണമായ നടപടിയാണ് ഇപ്പോൾ കൊല്ലത്ത് ആദ്യത്തെ ദിവസത്തെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ നമ്മൾ കാണുന്നത്.